ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ ഫസ്റ്റ് ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. അതിനായിട്ട് ഞാൻ തലേന്ന് തന്നെ അവിയലിനുള്ള കുറച്ചധികം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 2-3 ദിവസത്തേക്കായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ അവിയൽ തയ്യാറാക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വെക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിന് വേണ്ട കൂട്ട് തയ്യാറാക്കും കേട്ടോ. അപ്പം വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാം. ഞാൻ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ തട്ടത്തിലാക്കി മാറ്റി വെക്കാറാണ് പതിവ്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അത് വെജിറ്റബിൾസ് നമുക്ക് ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഏകദേശം 2 വിസിൽ അടിക്കാറുണ്ട്. പിന്നെ തലേ ദിവസം തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിനകത്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മത്തിയാണ്, നല്ല നെയ്മത്തിയാണ് കണ്ടോ. മീൻ മുട്ടയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഒരു മഗ് ചായയായിട്ടാണ് രാവിലെ പണികളിലേക്ക് കടക്കുന്നത്. നല്ല ചൂട് ചായ ഇങ്ങനെ കുടിച്ചാണ് കേട്ടോ ഞാൻ ജോലി ചെയ്യാറ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? പിന്നെ തലേദിവസം തന്നെ ദോശയ്ക്കുള്ള ബാറ്ററൊക്കെ തയ്യാറാക്കി വെച്ചതുകൊണ്ട് രാവിലെ എളുപ്പമാണ്. ചൂടോടെ ദോശയും ചട്നിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് പുളിച്ച് കിട്ടും. നല്ല ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ മാവൊക്കെ പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടാറാണ് പതിവ്. അപ്പോൾ പിന്നെ നമ്മൾ മാവ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓരോ തവിയായിട്ട് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സോഡാപ്പൊടിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് ചൂടോട് തന്നെ ചുട്ടെടുക്കാറാണ് പതിവ് കേട്ടോ. പിന്നെ ബാക്കി മാവ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും. പിന്നെ അടുത്ത ദിവസത്തേക്ക് ഞാൻ 2 ദിവസത്തേക്കാണ് കേട്ടോ മാവ് ഒന്ന് റെഡിയാക്കി വെക്കാറ്. ഇതിലേക്ക് ഉപ്പും സോഡാപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മളിത് ചൂടോടുകൂടി തന്നെ ചുട്ടെടുക്കും കേട്ടോ. അപ്പം ബാറ്റർ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഉപ്പും സോഡാപ്പൊടിയൊക്കെ ചേർത്തു. പിന്നെ ചട്നിക്കായിട്ട് 1 കപ്പ് തേങ്ങയിലേക്ക് 2 അല്ലി ഉള്ളിയും പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ചട്നി ജസ്റ്റ് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് കടുകും ഉള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് ചെറുതായിട്ട് കടുകും നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു. നമ്മൾ ചട്നി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ചെറിയൊരു കളർ ഡിഫറൻസ്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓഫാക്കും കേട്ടോ. ചട്നിയൊക്കെ ഒന്ന് ചൂടാവാനേ പാടില്ല. സൈഡ് ഇതേപോലെ ഒരു പത വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടിക്കടല ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ചട്നിക്ക് കുറച്ച് തിക്നെസ് കിട്ടും കേട്ടോ. അപ്പം ഇനി ദോശ ഇടുവാണേ. നമ്മുടെ കറിലൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ ഓരോന്നോരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ് പതിവ്. ഞാൻ തന്നെ ഈ ചൂടോടെ തന്നെ ചട്നി കൂട്ടി സൈഡിൽ നിന്ന് ചായയും കൂട്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട് ദോശയും ചട്നിയൊക്കെ ഇഷ്ടമാണോ നിങ്ങൾക്ക്? പെട്ടെന്ന് ദോശയെല്ലാം ചുട്ട് മാറുന്നുണ്ട്. നല്ല ചൂട്, നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ചൂടാണ്. കല്ല് കുറച്ച് തീ കൂടിപ്പോയി, അതുകൊണ്ടാണ് സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിയലിൻ്റെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നു. ഉടഞ്ഞൊന്നും പോയിട്ടില്ല. 2 വിസിലടിച്ചിട്ട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇതിലേക്ക് അരച്ചൊഴിച്ചിട്ടുണ്ട്. അരപ്പിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ, ജീരകം, പിന്നെ വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തൈര് ഉണ്ടെങ്കിൽ 1 സ്പൂൺ നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിയൽ അവിടെ റെഡിയായി വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുരട്ടി വെച്ചിരുന്ന മീനുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഫ്രൈ ചെയ്യാനായിട്ട് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിൽ ഓയിൽ ഒഴിച്ച്
മീൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും, നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും ലഞ്ചിൻ്റെ പണിയും ഏകദേശം സൈഡായിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്കെങ്കിലും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇനിയും കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മത്തി പൊരിച്ചതൊക്കെ ഇഷ്ടമാണോ? മത്തി മാത്രമല്ല മീൻ മുട്ട ഉണ്ട് കേട്ടോ. ഫസ്റ്റ് മത്തി പൊരിച്ച് മാറ്റിയതിന് ശേഷം മീൻ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും നല്ല നെയ്മത്തി കിട്ടാറുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.